ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രുചിയേറിയ ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പി നോക്കാം. അതിനു മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഡിസേർട്ട് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബ്രെഡിലേക്ക് നമുക്ക് ന്യൂട്ടെല്ല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ ന്യൂട്ടെല്ലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈത്തപ്പഴം യൂസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ന്യൂട്ടെല്ലയാണല്ലോ അധികവും, പിന്നെ ജാമും ഇഷ്ടമാണ്. അപ്പോൾ ന്യൂട്ടെല്ല വെച്ച് തന്നെ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇത് എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ ന്യൂട്ടെല്ല എടുക്കണില്ലാണ്ടെങ്കിൽ ബ്രെഡ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് സ്ലൈസ് ചെയ്തിട്ട് അങ്ങനെയും ഇതിനെടുക്കാവുന്നതാണ്. ഒരു സെറ്റ് ബ്രെഡിൽ ന്യൂട്ടെല്ലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതിലും അതുപോലെ തേച്ച് വെക്കുക. നമ്മൾ 2 സെറ്റിലും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ 4 വശങ്ങളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇനി ഇത് നടുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം വേറെ ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 4 സ്ലൈസ് ബ്രെഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പശുവിൻ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഈ ബ്രെഡിൻ്റെ സ്ലൈസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗം ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എൻ്റെ പുതുപുത്തൻ റെസിപ്പീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. രണ്ട് ഭാഗവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ബ്രെഡ് കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ബ്രെഡൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് പാലൊന്ന് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പാൽ അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ പാലിൻ്റെ ഡിസേർട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാലൊന്ന് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുക്കിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. പാലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് പഞ്ചസാരനെ ചേർത്താൽ മതി, അത് തന്നെ നല്ല മധുരം ഉണ്ടാവും. അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് കുറച്ച് പിസ്ത പൊടിച്ചത്, അണ്ടിപ്പരിപ്പ് പൊടിച്ചത്. അണ്ടിപ്പരിപ്പിന് പകരം വേണമെങ്കിൽ ബദാം പൊടിച്ചതും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് പാല് തിക്കാക്കി എടുക്കണം.
പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഇതിലാണ് നമ്മൾ ഡിസേർട്ട് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തിക്കാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചൂടാറിയ ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഡിസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.